ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഗൂഗിൾ ഫോംസ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗൂഗിൾ ഫോംസ് തയ്യാറാക്കുന്നതിനെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത്. ആദ്യമായി ഗൂഗിൾ എടുത്തതിന് ശേഷം അതിൽ ഗൂഗിൾ ആർട്സ് അത് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് കാണാൻ കഴിയും. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ ഇടത് സൈഡിലായിട്ട് ന്യൂ, മൈ ഡ്രൈവ്, ഷെയർഡ് വിത്ത് മീ, റീസെന്റ്, സ്റ്റാർ, ട്രാഷ് ഇവയൊക്കെ കാണാൻ പറ്റും. ഇതിനകത്തെ ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതിലെ മോർ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഗൂഗിൾ ഫോംസ് എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ ഫോം കിട്ടിയിരിക്കുന്നു. ആദ്യമായി ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ഫോംസ്. ഇതിൽ ഗൂഗിൾ ഫോംസ് ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ ഗോ ടു ഗൂഗിൾ ഫോംസ് എന്ന് കിട്ടും. ഗോ ടു ഗൂഗിൾ ഫോംസ് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു അൺടൈറ്റിൽഡ് ഫോമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് ഗൂഗിളിൻ്റെ അൺടൈറ്റിൽഡ് ഫോം. ഇനി ഇതിനകത്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓരോന്നായി ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് അൺടൈറ്റിൽഡ് ഫോം, ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു യൂണിറ്റ് ടെസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ആ അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളത് യൂണിറ്റ് ടെസ്റ്റ് എന്ന് എഴുതി കൊടുക്കാം. ക്യാപ്സ് ലോക്കിൽ യൂണിറ്റ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനൊരു ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ ഇപ്പം നിങ്ങൾക്ക് കൊടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് കൊടുക്കാം, അതല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണെന്ന് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതേപോലെ തന്നെ ഏതാണോ സബ്ജക്റ്റ് അത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റേതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അത് തന്നെ സ്പേസ് ബാർ ഇട്ടിട്ട് ഇങ്ങേറ്റം നമുക്ക് ഓൾറെഡി നമുക്കതെല്ലാം ചെയ്യാൻ അറിയാം. അവിടെ നമ്മൾ അടുത്ത അതിൻ്റെ സ്റ്റാൻഡേർഡും കൂടി അടിച്ചു കൊടുക്കാൻ പോവാണ്. ഏത് സ്റ്റാൻഡേർഡിലേക്ക് എത്ര സ്കോർ എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. എത്ര സ്കോർ? സ്കോർ 10 സ്കോർ എന്ന് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം അതിൻ്റെ ടൈറ്റിൽ എഴുതുന്നതിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കേണ്ട ഈ സൈഡിൽ 3-4-5 ഐക്കൺസ് ഉണ്ട്. അതിൽ തന്നെ ഉണ്ട് ആഡ് ക്വസ്റ്റ്യന്, ഇമ്പോർട്ട് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ്. ഇപ്പോൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ആഡ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിലെ ഒരു ടൈറ്റിൽ, അതിന് വേണ്ടിയിട്ടൊരു അൺടൈറ്റിൽഡ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷന് വേണ്ടി ഒരെണ്ണം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട്. അത് നമുക്ക് മാറ്റണം. അതിന് മുന്നേ ഇത് കൊണ്ടുവരണം. നമ്മളിത് പതുക്കെ ഇത് മൂവ് ചെയ്യിപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഇത്രയും ഡിസ്ക്രിപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എത്ര ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിലും ഇതിന് താഴെ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് വേറെ എഴുതണമെങ്കിൽ അത് എഴുതാം. ഇതെല്ലാം അവിടെ നടക്കുന്നു. നമ്മളിപ്പോഴിവിടെ ടൈറ്റിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ആ കുട്ടിയുടെ പേരെഴുതാൻ പോവാണ്. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഇത് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ആൻസറിൽ
അവിടെ പക്ഷേ ഇത് റിക്വയർഡ് ആണ്, മസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് എഴുതാതെ പോകാനായിട്ട് പറ്റും. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിവിഷനാണ്. ഡിവിഷന് ഞാൻ അവിടെ നമ്മൾ അതുപോലെ തന്നെ ഡിവിഷന് കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ അത് ഷോർട്ട് ആൻസർ ആയിട്ട് കൊടുക്കുക. അതിലും നല്ല ഡ്രോപ്പ് ഡൗൺ എന്ന ഓപ്ഷൻ എടുക്കുന്നതാണ്. ഡ്രോപ്പ് ഡൗൺ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അതെന്താ സംഭവിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, നെക്സ്റ്റ് ഓപ്ഷൻ ബി, നെക്സ്റ്റ് 1 ഓപ്ഷൻ സി. 3 ഡിവിഷനുകൾ കൊടുത്തു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നൽകുന്നതിന് മുൻപായി സെറ്റിങ്സിൽ പോയി അവിടെ ക്വിസസ് എന്നുള്ളതെടുത്ത് മേക്ക് ദീസ് ക്വിസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ, മിസ്ഡ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ആൻസർ, പോയിന്റ് വാല്യൂ ഇത്രയും കൊടുത്ത് സേവ് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യന് വേണ്ട ഫോം കൊടുക്കുകയാണ്. അതിന് ആഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. അതിലേക്ക് ക്വസ്റ്റ്യൻ നേരത്തെ അടിച്ച പോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ക്വസ്റ്റ്യനും ഓപ്ഷനും നൽകിയതിന് ശേഷം ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. പോയിന്റ് നൽകുക. 1 പോയിന്റ്. ഡൺ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി ഈ വിൻഡോയിൽ കാണുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ 10 സ്കോറിന് ചെയ്ത് കഴിഞ്ഞ ഒരു ഗൂഗിൾ ഫോംസാണ്. ഇനി ഇതിൻ്റെ പ്രിവ്യൂ കാണണം. കുട്ടികൾ ഇതെന്താണ് കാണുന്നതെന്നറിയണം. അത് നമ്മളിതേ ഈ പ്രിവ്യൂ എന്നുള്ള ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് കുട്ടികൾക്ക് അവരുടെ ഫോണിലെത്തുന്ന വ്യൂ എന്ന് പറയുന്നത്, അവർ കാണുന്നത്. അപ്പോൾ അവരിത് ചെയ്യുക. ഇത് സബ്മിറ്റ് ബട്ടൺ. ഞാനിത് ചെയ്യുന്നതായിട്ട് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം ഇത് നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം 10 മാർക്കിന് ആയി കഴിഞ്ഞു. ഇത് സെൻഡ് ചെയ്യണം. സെൻഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എടുത്തിട്ട് അതിനകത്ത് URL ഈ ഒരു പോർഷൻ അപ്പോൾ ഇതാണ് എളുപ്പം നമുക്ക് അയക്കാൻ പറ്റുന്നത്. ആ URL എന്നുള്ള ആ ലിങ്കിൽ കൊടുക്കുക. ഷോർട്ടൻ URL. ദെൻ ഇത് കോപ്പി ചെയ്യുക. ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ കോപ്പി ചെയ്തത് നമ്മൾ വാട്സപ്പിലേക്ക് കോപ്പി ചെയ്താൽ നമുക്കത് ഈ കോപ്പി ചെയ്ത ലിങ്ക് വാട്സപ്പിലേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അത് വാട്സപ്പ് വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാം കുട്ടികൾക്ക്. കുട്ടികളിത് ചെയ്തു എന്നറിയാനായിട്ട് ഇതിൻ്റെ ആ റെസ്പോൺസസ് എടുത്ത് നോക്കുക. റെസ്പോൺസ് നോക്കുമ്പോൾ എത്ര പേര് ഇവിടെ ചെയ്തു, അതിൻ്റെ സമ്മറി, ഓരോ ഇൻഡിവിജ്വലിനും എത്ര കിട്ടിയിട്ടുണ്ട്, പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സമ്മറി. കുട്ടികൾക്ക് ലഭിച്ച സ്കോർ കണ്ടെത്തുന്നതിന് വേണ്ടി റെസ്പോൺസസ് എടുക്കുക. എടുത്തിട്ട് അതിൽ സമ്മറി കിട്ടും. അതിലെ പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അൺഡേറ്റഡ് ഫോമായിട്ട് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ തീമിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് ഹെഡറോ ഇമേജോ ഒക്കെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് തീം ഉണ്ട്. അതിൽ തീം ഓപ്ഷൻസ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. ഇതിനകത്തുനിന്ന് നമ്മുടെ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് എക്സാം ആയതുകൊണ്ട് ഈ പിക്ചറാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. ഇതെടുത്ത് ഇൻസേർട്ട് എന്ന് കൊടുക്കുക. അവിടെ ഇമേജ് വരും. വേണമെങ്കിൽ ആ തീം കളർ മാറ്റാം. കളർ ഇതിനകത്ത് വേരിയേഷൻ വരുത്താം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് സ്റ്റൈൽ മാറ്റാം. ഇതിനെല്ലാമുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സേവ് ചെയ്യപ്പെടുന്നത് മൈ ഡ്രൈവിലാണ്. മൈ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് ഫയലെടുത്ത് നമുക്കത് മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യാവുന്നതാണ്.